ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. ടൂറിസം ഡയറി. പ്രിയ ശ്രോതാക്കളെ, ഹോം സ്റ്റേയെക്കുറിച്ച് ശ്രീ ഷൈൻ KS, ഇടുക്കി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ടൂറിസം, കഴിഞ്ഞയാഴ്ച സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. ബെഡ്റൂമിന് ഈക്വൽ നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കും. പിന്നെ റൂമിൽ ഫാനോ അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ റൂം ഹീറ്റർ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും. ബെഡ് കവറും ലിനനും എല്ലാം നമ്മൾ വൈറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ആ വീട്ടിൽ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ റൂമിൽ ടെലിഫോൺ, ടെലിവിഷൻ അങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ബാത്റൂമിന്റെ മിനിമം സൈസ് 20 സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത്. ബാത്റൂമിൽ ബാർ ടവലും ഫേസ് ടവൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഫുഡ് വേസ്റ്റുകളും സെപ്പറേറ്റ് ആയിട്ട് സെഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നോൺ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. കിച്ചണിൽ റെഫ്രിജറേറ്റർ നല്ല ഗുഡ് കണ്ടീഷൻ ആണോ, അതിൻ്റെ ഉള്ളിൽ ഹൈജീനിക് ആയിട്ടാണോ പ്രിസർവ് ചെയ്തേക്കുന്ന ആ കാര്യങ്ങളൊക്കെ നോക്കും. ഡെയിലി കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. കണ്ടെയ്നേഴ്സ് എല്ലാം നോൺ പ്ലാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള കണ്ടെയ്നർ ആയിരിക്കണം എന്ന് പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട്. ഹോം സ്റ്റേയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ബിൽ ബുക്കാണ്. പിന്നെ അതുപോലെ ടൂറിസ്റ്റുകളുടെ ഒക്യുപ്പൻസി രജിസ്റ്റർ. പിന്നെ ടൂറിസ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് നമ്മൾ അവിടെ സൂക്ഷിക്കണം. അത് നമ്മുടെ അതോറിറ്റികൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റോ എക്സൈസോ അവർ വരുമ്പോൾ അതിന്റെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കംപ്ലൈന്റ് രജിസ്റ്ററും, അതിൽ കംപ്ലൈന്റ് ഗസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിൽ ആക്ഷൻ ടേക്കൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വിദേശ ടൂറിസ്റ്റുകളാണ് ഒരു ഹോം സ്റ്റേയിൽ താമസിക്കണമെങ്കിൽ അതിൽ ഫോറിൻ രജിസ്ട്രേഷനിലുള്ള CFOM കമ്പൾസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴുള്ള എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എനർജി സേവിങ് ലൈറ്റ് എക്യുപ്മെന്റ്സ്, അതുകൂടാതെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം മുന്തിയ സ്റ്റാർ റേറ്റിംഗ് പരിഗണനയിൽ ഉണ്ടായിരിക്കണം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നാൽ അതിന് പ്രത്യേക മാർക്കുകളുണ്ട്. പിന്നെ നമ്മളുടെ കേരള ടൂറിസം അഡോപ്റ്റ് ചെയ്തേക്കുന്ന പോളിസിയാണ് ഉത്തരവാദിത്ത ടൂറിസം. അതിന്റെ കമ്പോണൻസ്, അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലോക്കൽ സോഴ്സിങ് ഓഫ് ലോക്കൽ ഗുഡ്സ് ആണ് ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രൊമോഷൻ ഓഫ് ലോക്കൽ സുവനീഴ്സ്, അതും മാർക്ക് കിട്ടുന്ന ഒരു സംഭവങ്ങളാണ്. പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്, സെപ്റ്റി ടാങ്ക്, സോക്ക് പിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ സീവേജ്, സള്ളേജ് വേസ്റ്റ് അതെല്ലാം ശരിയായിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും ശരിയായ രീതിയിലാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യവും ശ്രദ്ധിക്കാറുണ്ട്. ജനറേറ്ററാണ് ഉപയോഗിക്കണമെങ്കിൽ അത് അക്കോസ്റ്റിക്സ് ഉള്ള എൻക്ലോഷറിൽ ആയിരിക്കണം അത് സൂക്ഷിക്കേണ്ടതെന്നും നിഷ്കർഷിക്കാറുണ്ട്. സർവീസ് വില്ലയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സർവീസ് വില്ല ആരംഭിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്? നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു വീട് ഉണ്ടെങ്കിൽ അത് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാൻ പര്യാപ്തമാണെങ്കിൽ അത് നമുക്ക് സർവീസ് വില്ലയായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തുടങ്ങി 6 റൂം വരെയുള്ള വീടുകൾ നമ്മൾക്കുണ്ടെങ്കിൽ അതിൽ നമ്മൾ താമസമില്ല, പക്ഷെ അത് ഒരു കുക്കിനെയും റൂം അറ്റൻഡേയും വെച്ച് നമുക്ക് റൺ ചെയ്യിപ്പിക്കാനോ ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ അത് നമുക്ക് സർവീസ് വില്ല എന്ന കാറ്റഗറിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനൊരു ക്ലാസിഫിക്കേഷൻ കമ്മിറ്റി ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിന്റെ ചെയർമാൻ. പിന്നെ അതുകൂടാതെ അതിന്റെ കൺവീനർ അഡീഷണൽ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ടൂറിസമാണ്. അപ്പോൾ ഇവര് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആപ്ലിക്കേഷൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡാഷ്ബോർഡിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ വന്ന് ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ഏകദേശം 45ഓളം ഏരിയ നമ്മളത് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഒറ്റ അപ്രൂവൽ മാത്രമുള്ള സർവീസ് വില്ലേക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സെപ്റ്റൻസ് ഓഫ് റെഗുലേറ്ററി കണ്ടീഷൻസ് 200 രൂപയുടെ ഒരു മുദ്രപത്രത്തിൽ ടൂറിസം ഡയറക്ടറും ആപ്ലിക്കന്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വെക്കണം. ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് 3 വർഷത്തേക്കാണ്. പിന്നെ അതുകൂടാതെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, LSGD എന്ന് ലഭിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വില്ലേജിൽ നിന്ന് കിട്ടുന്നതാണ് ലൊക്കേഷൻ പൊസഷൻ. അതും മിക്കവാറും അക്ഷയ സെന്റർ വഴി നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാൻ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടി ലഭിക്കാം. ഇതൊരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് ലോക്കൽ ബോഡിയിൽ നിന്നുള്ള ലൈസൻസ് മാൻഡേറ്ററി ആണ്. പിന്നെ നേരത്തെ ഹോം സ്റ്റേയിൽ പറഞ്ഞ പോലെ തന്നെയുള്ള പ്ലാനും എലിവേഷൻ ഓഫ് ദ ബിൽഡിംഗ് നമുക്ക് ഇതിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഫോട്ടോസ് ഓഫ് ദ ബിൽഡിംഗ്, പിന്നെ ഇത് നടത്തുന്ന വ്യക്തിയുടെ ഓണർ ആപ്ലിക്കന്റിന്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും മാൻഡേറ്ററി ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മേടിച്ച് നമുക്ക് ടൂറിസം ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൂറിസം ഡയറിയിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത്
ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഇടുക്കി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഷൈൻ KS. ടൂറിസം ഡയറി സമാപിക്കുന്നു.